കൗതുകകരവും അതേസമയം അമ്പരപ്പിക്കുന്നതുമായ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. വളരെ ഗൗരവമുള്ളതെന്ന് കരുതുന്ന സൈനിക നീക്ക രഹസ്യങ്ങൾ വാട്സപ്പ് പോലുള്ളൊരു മെസ്സേജിംഗ് ആപ്പിലൂടെ ചർച്ച ചെയ്യുന്നു. അതീവ സുരക്ഷാ അക്കൗണ്ടിൽ ഒരു മാധ്യമപ്രവർത്തകരെ ആഡ് ചെയ്യുന്നു. ഈ വിവരങ്ങളെല്ലാം അയാൾ കാണുന്നു. ഇത്രയുള്ളോ ഈ അതീവ സുരക്ഷ എന്ന് ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സിഗ്നൽ മെസ്സേജിംഗ് ആപ്പിലൂടെയാണ് അമേരിക്കയുടെ ടോപ്പ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും യുദ്ധകാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ. ഹൂതികൾക്കെതിരെയുള്ള നടപടികളെക്കുറിച്ചാണ് ചർച്ച. ഈ ഗ്രൂപ്പിലുള്ളവർ ചെറിയ മീനുകളല്ല. ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാരിലെ വമ്പൻ പേരുകളാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്ക് വാൾട്സ്, നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗാബ്ഗാർഡ് എന്നിവരാണ് ഗ്രൂപ്പിലെ അംഗങ്ങൾ. ഹൂതി PC സ്മോൾ ഗ്രൂപ്പ് എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. ഹൂതികൾക്കെതിരെയുള്ള ആക്രമണമാണ് ഈ ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്തത്. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. മാസീവ് വൈറ്റ് ഹൗസ് സെക്യൂരിറ്റി ബ്രീച്ച് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചതും. എ ഗുഡ് സ്റ്റാർട്ട് പീറ്റ് ആൻഡ് യുവർ ടീം, ഗ്രേറ്റ് വർക്ക് ഓൾ, പവർഫുൾ സ്റ്റാർട്ട്, എക്സലൻറ്റ്. ഹൂതികളെ ആക്രമിച്ച ശേഷം ഹൂതി PC സ്മോൾ ഗ്രൂപ്പിൽ അമേരിക്കയിലെ ഉന്നതർ പരസ്പരം അഭിനന്ദിക്കുന്നത് ഇങ്ങനെയാണ്. അതിനിടയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. കനത്ത സുരക്ഷാ വീഴ്ച. വൈറ്റ് ഹൗസിന് വലിയൊരു പിശക് പറ്റി. US-ന്റെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും തകർത്തുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകനും ഗ്രൂപ്പിൽ അംഗമായി. US ഉദ്യോഗസ്ഥർ അബദ്ധത്തിലാണ് അവരുടെ സൂപ്പർ സീക്രട്ട് ഗ്രൂപ്പ് ചാറ്റിൽ ഒരു മാധ്യമപ്രവർത്തകനെയും ചേർത്തത്. മെസ്സേജിംഗ് ആപ്പാണ് സിഗ്നൽ. വാട്സപ്പ് പോലെ ആണെങ്കിലും കൂടുതൽ സുരക്ഷിതമാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ മൈക്ക് വാൾസാണ് മാർച്ച് 11 ദി അറ്റ്ലാന്റിക് മാസികയുടെ ചീഫ് എഡിറ്റർ ജെഫ്രി ഗോൾഡ്ബെർഗിനെ കൂടി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത്. ഇത് വലിയൊരു വീഴ്ചയാണെന്നാണ് വിമർശനം. ശേഷം സംഭവിച്ചത് അമ്പരപ്പിക്കുന്നതാണ്. ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന യമനിലെ ഒരു കൂട്ടം ഹൂതികളെക്കുറിച്ച് അവർ വാദിക്കുകയായിരുന്നു. അവരെ ശക്തമായി നേരിടാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വാൻസിന് അത്ര ഉറപ്പില്ലായിരുന്നു. ഇത് യൂറോപ്പ് പദ്ധതിയുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് പ്രസിഡന്റ് ട്രംപിന് അറിയാമെന്ന് താൻ കരുതുന്നില്ലെന്നാണ് വൈസ് പ്രസിഡന്റ് കുറിച്ചത്. എണ്ണവില കുതിച്ചുയരുമെന്ന ആശങ്കയാണ് വാൻസ് പങ്കുവയ്ക്കുന്നതും. അമേരിക്ക വീണ്ടും യൂറോപ്പിനെ രക്ഷിക്കുന്നത് വാൻസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ചെങ്കടൽ യൂറോപ്പിന് ഏറെ പ്രധാനമാണ്. കാരണം ഏഷ്യയിൽ നിന്നുള്ള അവരുടെ പ്രധാന ഷിപ്പിംഗ് റൂട്ടാണ് ചെങ്കടൽ. വാൻസിനെ ഹെഗ്സെത്ത് എതിർക്കുകയാണ്. കാത്തിരുന്നാൽ അപകടമാണെന്നാണ് അദ്ദേഹം കുറിച്ചത്. അമേരിക്കയ്ക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്നും അദ്ദേഹം പറയുന്നു. കുറച്ചു വാദങ്ങൾക്ക് ശേഷം വാൻസ് അതിന് ശരിവയ്ക്കുന്നു. യൂറോപ്പിൻ്റെ ഫ്രീ ലോഡിങ്ങിനെ താൻ വെറുക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നമുക്ക് മാത്രമേ അതിന് കഴിയൂ, വാൻസ് പറയുന്നു. ട്രംപിൻ്റെ അടുത്ത സുഹൃത്ത് സ്റ്റീഫൻ മില്ലർ തീരുമാനം ഉറപ്പിച്ചു. ട്രംപിന് ഓക്കെയാണ്, പക്ഷേ യൂറോപ്പ് പണം നൽകേണ്ടി വരും. മാർച്ച് 15 ഹെഗ്സെത്ത് യുദ്ധപദ്ധതി വിശദമാക്കിയത്. എവിടെ അടിക്കണം, ഏത് ആയുധങ്ങൾ, ക്രമം എല്ലാം സിഗ്നലിൽ തന്നെ അവർ ചർച്ച ചെയ്തു. വാൻസ് പ്രാർത്ഥനാ ഇമോജികൾ അയച്ചു. മറ്റുള്ളവരും അത് പിന്തുടർന്നു. ഹെഗ്സെത്ത് സമയം നിശ്ചയിച്ചു. ഉച്ചയ്ക്ക് 1:45 ബോംബിംഗ് ആരംഭിക്കണം. ചാറ്റിൽ മുഷ്ടി ചുരുട്ടലുകളും പതാകകളും തീയുടെ ഇമോജികളും കൊണ്ട് നിറഞ്ഞു. ഒരടിപൊളി ത്രില്ലർ കണ്ട് ആവേശം കൊള്ളുന്ന കുട്ടികളെ പോലെയായിരുന്നു ലോക നേതാക്കളുടെ പെരുമാറ്റമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു എല്ലാവരുടെയും ഗ്രൂപ്പ് ചാറ്റുകൾ. നിശബ്ദനായി ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച ഗോൾഡ്ബെർഗ് ഞെട്ടിപ്പോയി. അയാൾ ഉടനടി ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചു. US-നെ സംബന്ധിച്ച് ഏറ്റവും നാണം കെട്ട സംഭവമായി ഇത് മാറി. ഹെഗ്സെത്ത് ഗോൾഡ്ബെർഗിനെ കള്ളനെന്ന് വിളിച്ചു. സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ ട്രംപ് എല്ലാം തള്ളിക്കളയുകയാണുണ്ടായത്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും ദി അറ്റ്ലാന്റിക് അതൊരു മോശം മാഗസിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി അടുത്തതായി എന്തായിരിക്കും സംഭവിക്കുക? ഡെമോക്രാറ്റുകൾ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. US-നെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയ സംഭവത്തിൻ്റെ തുടർ നടപടികൾ എന്താകും? ട്രംപ് ഇതിനെ ഒരു തമാശയായി കാണുമോ? കാത്തിരുന്ന് കാണാം.